ഹായ്. ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7ാമത്തെ ചാപ്റ്റർ കോർഡിനേറ്റ്സ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ 142ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഓൾ ദീസ് റെക്ടാംഗിൾസ് ഷോൺ ബിലോ ഹാവ് ദെയർ സൈഡ്സ് പാരലൽ ടു ദി ആക്സിസ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ ടു വെർട്ടീസസ് ഓഫ് ഈച്ച്. അപ്പം ഇത് ആക്സിസിന് പാരലാണ്, അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കേണ്ട. നമുക്ക് സാധാരണ കോർഡിനേറ്റ്സ് വെച്ചിട്ട് തന്നെ മറ്റു വാല്യൂസ് കണ്ടുപിടിക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ -2 3 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ സിയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അതുകൊണ്ട് തന്നെ ഈ ബിയുടെയും ഇത് നേരെയാണ്, വെർട്ടിക്കലായിട്ട് വരുന്നുണ്ട്. ഈ ബിയുടെയും എക്സ് കോർഡിനേറ്റ് 2 ആയിരിക്കും. ഇതിൽ നിന്നും ഈ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. അതുപോലെ ഡിയുടെ എസ് കോർഡിനേറ്റ് ഇവിടെ -2 ആണ്, അതുകൊണ്ട് ഇത് -2 ആയിരിക്കും. വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഹൊറിസോണ്ടൽ ലൈനിൽ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ നേരെ വരുമ്പോൾ ഈ ബിയുടെ വൈ കോർഡിനേറ്റും 3 തന്നെ ആയിരിക്കും. ഇനി ഡി നോക്കുക. ഇവിടെ സിയുടെ വൈ കോർഡിനേറ്റ് 4 ആണ്. അപ്പോൾ ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ഇവിടെ 4 ആണ്. 0 മുതൽ വരുന്ന വൈയുടെ വാല്യൂ ഇവിടെ 4 ആണ്. അപ്പോൾ ഇതേ ഹൊറിസോണ്ടൽ ലൈനിൽ തന്നെ വരുന്നതുകൊണ്ട് ഡിയുടെയും വൈ കോർഡിനേറ്റ് 4 ആയിരിക്കും. ഇവിടെ -2 4 എന്ന് കിട്ടി, ഇവിടെ 2 3 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ ചെയ്തത് ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും നേരെ മുകളിൽ വരുന്ന, കാരണം ഇവിടെ ചെരിവൊന്നുമില്ല, ആക്സിസിന് പാരലാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന എക്സ് കോർഡിനേറ്റ് ഏതാണോ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ -2 എക്സ് കോർഡിനേറ്റ് എഴുതി. ഇവിടെ 2 ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ 2 ആണ്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബിക്കും 2 എഴുതി എക്സ് കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് നോക്കുമ്പോൾ ഇവിടെ 3 ആണ്. അപ്പോൾ ഇതേ ലൈനിൽ തന്നെയാണ് ഇവിടുത്തെയും വൈ കോർഡിനേറ്റ് വരുന്നത്, അതുകൊണ്ട് ഇവിടെ ബിയുടെ 2 3 ആണ്. ഇനി ഇവിടെ സിയുടെ പോയിന്റ് ഇവിടെ 2 4 ആണ്. അപ്പോൾ സിയുടെ വൈ കോർഡിനേറ്റ് തന്നെ ആയിരിക്കും ഇവിടെ ഡിയിലും വരിക. അപ്പോൾ ഡിയിലും 4 തന്നെ കിട്ടി. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ MNOP എന്ന് കൊടുത്തു. ഇവിടെ തന്നിട്ടുള്ള പിയുടെ -1 -2 തന്നിട്ടുണ്ട്. അതുപോലെ എന്നിൻ്റെ 2 -4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിയുടെ എക്സ് കോർഡിനേറ്റ് അത് തന്നെയായിരിക്കും ഇവിടെ എമ്മിൻ്റെയും എക്സ് കോർഡിനേറ്റ്. അപ്പോൾ -1 എഴുതി. അതുപോലെ ഇവിടുത്തെ എന്നിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ ഇതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടെയും വരും. അപ്പോൾ ഇവിടെ ഒയുടെ എക്സ് കോർഡിനേറ്റ് 2 എന്ന് എഴുതി. ഇനി വൈ കോർഡിനേറ്റ് നോക്കുക. ഇവിടുത്തെ ഈ വാല്യൂ, ഇവിടുത്തെ വൈയുടെ വാല്യൂ -4 ആണ്. അപ്പോൾ ഇത് ആക്സിസിന് പാരലാണ്, അതുകൊണ്ട് തന്നെ ഈ എമ്മിൻ്റെയും വൈ കോർഡിനേറ്റ് -4 ആയിരിക്കും. അതുപോലെ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് -2 ആണ്. അപ്പോൾ അതിന് നേരെ വരുമ്പോൾ ഒയുടെ വൈ കോർഡിനേറ്റും -2 ആയിരിക്കും. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് പി എന്ന് കൊടുക്കാം. പി ക്യു ആർ എസ് എന്ന് പേര് കൊടുത്തു. തന്നിട്ടുള്ളത് ആറിൻ്റെ പോയിന്റ് 2 6 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പിയുടെ പോയിന്റ് -1 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിയുടെ എക്സ് കോർഡിനേറ്റ് -1 ആണ്. അതുകൊണ്ട് അതിൻ്റെ നേരെ മുകളിൽ വന്നാൽ എസിൻ്റെയും എസ് കോർഡിനേറ്റ് -1 ആയിരിക്കും. ഇവിടെ ആറിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അതുകൊണ്ട് അതിൻ്റെ നേരെ താഴെ ക്യൂവിൻ്റെയും എക്സ് കോർഡിനേറ്റ് 2 ആയിരിക്കും. ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് നോക്കാം. പിയുടെ വൈ കോർഡിനേറ്റ് 3 ആണ്. അപ്പോൾ 3ന് നേരെ ഈ ഹൊറിസോണ്ടൽ ലൈൻ നോക്കുമ്പോൾ 3ന് നേരെ വരുമ്പോൾ ആക്സിസിന് പാരലായതുകൊണ്ട് തന്നെ ഈ ക്യൂവിൻ്റെയും വൈ കോർഡിനേറ്റ് 3 ആയിരിക്കും. ഇപ്പോൾ 3 എന്ന് കിട്ടി. ഇനി ഇവിടെ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് 6 ആണ്. അപ്പോൾ എസിൻ്റെയും ഇതേ ലൈനിൽ തന്നെ 6 ആയിരിക്കും. നമുക്ക് എസിൻ്റെ -1 6 എന്നും കിട്ടി. അതുപോലെ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് 2 3 എന്നും കിട്ടി. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിത്തൗട്ട് ഡ്രോയിങ് ദി ആക്സിസ് മാർക്ക് ദീസ് പോയിന്റ്സ് വിത്ത് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം പൊസിഷൻസ് കറക്റ്റ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 2 വെർട്ടീസസ് of the rectangle with each pair as the coordinates of 2 opposite vertices and sides parallel to the axis. ലെഫ്റ്റിൽ റൈറ്റിൽ വരുന്ന ഏതാണ്, ടോപ്പിൽ ബോട്ടം വരുന്ന ഏതാണ് എന്ന് മാർക്ക് ചെയ്യുക. ആക്സിസ് വരയ്ക്കാതെ തന്നെ. ആക്സിസ് വരച്ചാൽ നമുക്കത് അളവെടുത്ത് അതിൻ്റെ പോയിന്റ്സ് എണ്ണിയെടുക്കാൻ പറ്റും. അതിന് പകരം ആക്സിസ് വരയ്ക്കാതെ തന്നെ ഇതിൽ 2 പോയിന്റ്സ് ഉള്ള മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ മറ്റ് 2 പോയിന്റ്സും കൂടെ കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് 3 5 7 8 ആണ്. ഇവിടെ എക്സ് ആക്സിൽ 3 വന്നു, ഇതിൽ എക്സ് ആക്സിൽ 7 ആണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഈ സൈഡിൽ 3യും ഈ സൈഡിൽ 7ഉം ആയിരിക്കും. വൈ ആക്സിൽ ഇത് 5 ആണ്, ഇത് 8 ആണ്. അപ്പോൾ 8 ആയിരിക്കും ഏതായാലും മുകളിൽ വരിക, ഈ 5 താഴെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ 3, 5 എന്നുള്ളത് ഏതായാലും ഈ സൈഡിലേക്കായിരിക്കും, അതുപോലെ താഴേക്കും ആയിരിക്കും. അപ്പോൾ നമുക്കിതിന് പേര് ABCD എന്ന് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴെ ആയിരിക്കും ഈ 3, 5 ഉണ്ടാവും. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് ആയിട്ട് നമുക്ക് 3, 5 എന്ന് കൊടുക്കാം. ഇനി അടുത്ത പോയിന്റ് 7, 8 ആണ്. ഇപ്പോൾ എക്സ് ആക്സിൽ 7 ആണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ നേരെ മുകളിൽ ഈ ഡിയിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ 7, 8 വരുന്നത് റൈറ്റ് സൈഡിലേക്കായിരിക്കും. അതുപോലെ എക്സ് ആക്സിൽ ഇവിടെ 3 ആണ്, അത് ഇവിടെ 7 ആവും. അപ്പോൾ അങ്ങോട്ടേക്ക് മാറി. അതുപോലെ വൈയുടെ വാല്യൂ ഇവിടെ 5 ആണ്. അപ്പോൾ 5നേക്കാളും വലുതാണ് 8. അപ്പോൾ ഇത് മുകളിലേക്ക് പോകണം. അപ്പോൾ റൈറ്റ് സൈഡിൽ ടോപ്പിലായിരിക്കും പോയിന്റ്. അപ്പോൾ ഈ സിയുടെ പോയിന്റ് ആയിരിക്കും ഈ 7, 8 എന്ന് വരും. ഇനി നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ വാല്യൂ തന്നെയായിരിക്കും മുകളിൽ വരും. അപ്പോൾ ഇത് 3. ഇനി വൈഡ് നേരെ ഇതിൽ നേരെ വരുന്ന ഈ വൈയുടെ വാല്യൂ 8, അതായിരിക്കും ഇവിടെ വരും. അപ്പോൾ 3, 8. അതുപോലെ ബിയുടെ ഇവിടെ എക്സ് ആക്സിൻ്റെ പോയിന്റ് ഈ 7 ആയിരിക്കും എക്സിൻ്റെ വാല്യൂ. അതുപോലെ വൈയുടെ വാല്യൂ ഇതിൻ്റെ നേരെ ഈ 5 ആയിരിക്കും വൈയുടെ വാല്യൂ. അപ്പോൾ 7, 5. 3, 5 താഴെ ലെഫ്റ്റിലാണ്. അതുപോലെ 7, 8 ടോപ്പ്. ഇനി അത് ഉപയോഗിച്ചിട്ട് ഡിയും ബിയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 6, 2, 5, 4. 6, 2 അതുപോലെ 5, 4. അപ്പോൾ ആദ്യം 6, 2 നോക്കുക. എക്സ് ആക്സിൽ 6 ആണ്, ഇവിടുത്തെ എക്സ് ആക്സിൽ 5 ആണ്. അപ്പോൾ ഈ 6, 2 നമുക്ക് റൈറ്റ് സൈഡിലായിരിക്കും എന്ന് കിട്ടി. ഇനി വൈയുടെ വാല്യൂ ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. അപ്പോൾ 4 ആയിരിക്കും മുകളിൽ, 2 താഴെയായിരിക്കും. അപ്പോൾ അത് ബോട്ടം റൈറ്റ് ആയിരിക്കും. നമുക്ക് പേര് കൊടുക്കാം. അപ്പോൾ ഈ 6, 2 എന്ന് പറഞ്ഞ പോയിന്റ് റൈറ്റിൽ താഴെയായിരിക്കും. അപ്പോൾ ഈ പോയിന്റ് 6. ഇനി 5, 4. 5, 4 എന്ന് പറയുന്നത് എക്സിൽ 5. അപ്പോൾ ഈ 6നേക്കാളും ഇപ്പുറത്തേക്ക് മാറിയിട്ടായിരിക്കും ഉണ്ടാവും. 4 ഈ 2നേക്കാളും വലുതാണ് 4. അപ്പോൾ ഇത് ടോപ്പിലേക്ക് ഉണ്ടാവും. അപ്പോൾ 5, 4 ഈ പോയിന്റ് ആയിരിക്കും. ഇനി മറ്റു പോയിന്റ്സ്. ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ ഇയിലെയും എക്സിൻ്റെ വാല്യൂ 5 ആയിരിക്കും. ഇനി ഇവിടുത്തെ വൈയുടെ വാല്യൂ ഇതിന് നേരെയുള്ള ഈ വൈയുടെ വാല്യൂ 2 ആണ്. അതുകൊണ്ട് ഇനി ജിയുടെ പോയിന്റ്സ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 6 ആണ്. അതുകൊണ്ട് ഇവിടെയും എക്സിൻ്റെ വാല്യൂ 6 ആയിരിക്കും. വൈയുടെ വാല്യൂ ഇതിന് നേരെ നോക്കുക, ഇവിടെ വൈയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 4 ആയിരിക്കും. അപ്പോൾ ഈ 5, 2 എഫ് 6, 2 ജി 6, 4 എച്ച് 5, 4 എന്ന് കിട്ടി. -3, 5. അതുപോലെ -7 ഇത് നോക്കാം. ആദ്യം നമുക്ക് പേര് കൊടുക്കാം. എൻ ഒ. ഫസ്റ്റ് നമ്മൾ -3, 5. ഇവിടെ -3 ഉണ്ട്, ഇവിടെ -7 ആണ്. അപ്പോൾ -7 ആയിരിക്കും ലെഫ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ -3 റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇവിടെ 5 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ 5 ആയിരിക്കും മുകളിലുണ്ടാവും. നമ്മൾ -3, 5 എന്നുള്ള പോയിന്റാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അത് 5 മുകളിലായിരിക്കും, -3 ഈ സൈഡിലേക്കായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒയുടെ പോയിന്റ് ആയിരിക്കും ഈ -3, 5 എന്ന് പറയുന്നത്. ഇനി -7, 1 നോക്കാം. -7, 1. -7 ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. അതുപോലെ 1 5നേക്കാളും കുറവാണ്. അപ്പോൾ താഴേക്കായിരിക്കും. അപ്പോൾ എമ്മിൻ്റെ പോയിന്റ് ആയിരിക്കും -7, 1 എന്ന് പറയുന്നത്. ഇനി എന്നിൻ്റെ പോയിന്റ്. ഇവിടെ എക്സിലെ വാല്യൂ -3 ആണ്. അപ്പോൾ -3. അതുപോലെ വൈയുടെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെയും 1 തന്നെ ആയിരിക്കും. ഇനി ഇവിടെ എക്സിൻ്റെ വാല്യൂ -7 ആണ്. അപ്പോൾ ഇവിടെയും -7 തന്നെ ആയിരിക്കും. അതുപോലെ വൈയുടെ വാല്യൂ ഇതിന് നേരെ ഇവിടെ 5 ആണ്. അപ്പോൾ ഇതും 5 തന്നെ ആയിരിക്കും. അപ്പോൾ എം -7, 1, എൻ -3, 1, ഒ -3, 5, അതുപോലെ പി -7, 5. ഇനി അതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ. അതിലെ പോയിന്റ്സ് -1, -2, -1, -2. അടുത്തത് -5, -4, -5, -. ഇതിന് പേര് കൊടുക്കാം. പി, ക്യു, ആർ, എസ് എന്ന് പേര് കൊടുത്തു. ഇനി -1, -2. അപ്പോൾ ഇവിടെ -5നെ
5ഉം എക്സ് ആക്സിസ് നോക്കുകയാണെങ്കിൽ -5ഉം -1 എടുത്തു. അപ്പോൾ -1 ഈ സൈഡിലേക്കായിരിക്കും വരിക, -5 ഇപ്പുറത്ത് വരണം. ഇനി -2ഉം -4ഉം ഉണ്ട്. അപ്പോൾ -2 ആയിരിക്കും നമുക്ക് മുകളിലുണ്ടാവും, -5 കുറച്ചുകൂടെ താഴേക്ക് വരും. അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ -1 -2 എന്നുള്ള പോയിന്റ്, -1 ഇങ്ങോട്ടേക്കായിരിക്കും, -4നേക്കാളും മുകളിലായിരിക്കും -2 വരേണ്ടത്. അപ്പോൾ 6ന്റെ പോയിന്റാണ് ഈ -1 -2 എന്ന് പറയുന്നത്. ഇനി അടുത്തത് -5 -4 ആണ്. -5 ഇവിടെ -1നേക്കാളും ലെഫ്റ്റിലേക്കായിരിക്കും. അതുപോലെ -4 എന്ന് പറയുന്നത് ഈ -2നേക്കാളും താഴേക്കായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇത് -5 -4 എന്നുള്ള ഈ പോയിന്റ്. അപ്പോൾ അത് -5 -4 പിയുടെ പോയിന്റ് ആയിട്ട് വരും. -5 -4 ഇത് പിയുടെ പോയിന്റ് ആണ്. ഇനി മറ്റു 2 പോയിന്റ് എഴുതാം. എക്സ് ആക്സിൽ ഇവിടെ -5 ആണ്. അപ്പോൾ എസിന്റെ പോയിന്റ് ഇവിടെ -5. ഇതിന്റെ വൈയുടെ വാല്യൂ ഈ -2 ആയിരിക്കും. -5 -2 എന്ന് കിട്ടി. ഇനി ഇവിടെ എക്സിന്റെ വാല്യൂ -1 ആണ്. -1 എഴുതി. വൈയുടെ വാല്യൂ ഈ വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ -4. അപ്പോൾ നമുക്ക് പി -5 -4 എന്ന് കിട്ടി. ക്യൂ -1 -4 എന്ന് കിട്ടി. ആറ് -1 -2 ആണ്. അതുപോലെ എസ് -5 -2 ആണ്. അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യനും അതിനകത്ത് ചെയ്ത് കഴിഞ്ഞു.